യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും 365 മോർണിംഗ് ഡ്യൂ പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം. 365 എന്നുള്ള സംഖ്യ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായി കാണും. 365 ദിവസങ്ങൾ, ഒരു വർഷം വളരെ അനുഗ്രഹപ്രദമായി നമുക്ക് മുന്നേറുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹായ സഹകരണങ്ങളുമാണ് ഇതുവരെ എത്തുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയത്. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ഒരു വർഷം 365 ദിവസങ്ങൾ നിങ്ങൾ എന്നോട് കാണിച്ചതായ എല്ലാ സ്നേഹത്തിനും സഹകരണങ്ങൾക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതായ വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൻ്റെ ചില വേദഭാഗങ്ങളാണല്ലോ. പ്രത്യേകിച്ച് അഗപ്പെ സ്നേഹം അത് എങ്ങനെയുള്ളതാണ് എന്നുള്ളതായ വിശദീകരണങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ഒരു ചിന്തയുടെ വളരെ പ്രധാനപ്പെട്ടതായ സവിശേഷത, ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന സ്നേഹമെന്ന് പറയുന്നത് അഗപ്പെ സ്നേഹമാണ്. പക്ഷേ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പലർക്കും നല്ല ബോധ്യമില്ലാത്തതിനാൽ ഈ വചനധ്യാനം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹപ്രദമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം വരെ നമുക്ക് 4-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം വരെയുള്ള വേദഭാഗങ്ങൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ 4-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗവും അതുപോലെ 5-ാമത്തെയും 6-ാമത്തെയും വാക്യം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് ആ വേദഭാഗങ്ങൾ വായിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വേദഭാഗത്തു നിന്നാണ് ചിന്തിച്ചത്. ഇന്ന് നമ്മൾ അതിൻ്റെ അടുത്ത വേദഭാഗത്തിലേക്ക് കടക്കുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. സ്നേഹം എന്തല്ല എന്നുള്ളതായ 8 കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് ഇവിടെ പറയുന്നതായ മാനുഷികമായ ചില സ്വഭാവങ്ങളെക്കുറിച്ച്. നമുക്കറിയാം, ദൈവം നമ്മെ സൃഷ്ടിച്ചത് പാപജടിലമല്ലാത്ത ഒരു ശരീരത്തോടു കൂടിയാണ്. വിശുദ്ധനായ ദൈവം തൻ്റെ വിശുദ്ധ കരങ്ങൾ കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പാപരഹിതനായി തന്നെ അവനെ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ദൈവം അവനെ സൃഷ്ടിച്ചത്. പക്ഷേ മനുഷ്യൻ പാപിയായി തീർന്നു. അതുകൊണ്ടാണ് ആദമിലൂടെ തന്നെ സകല മനുഷ്യരും പാപികളായിട്ട് മാറി. ഇന്ന് ജനിക്കുന്ന കുഞ്ഞുപോലും പാപിയാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുമ്പോൾ പാപത്തിൻ്റെ ആ ഒരു ഭീകരത എത്ര വലുതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ പാപത്തിൻ്റെ ചില സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ അഗപ്പെ സ്നേഹം ഒരുവനിൽ ഉളവാകുമ്പോൾ ഈ പാപ സ്വഭാവത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്നും അവൻ വിടുവിക്കപ്പെടുവാനിടയായിത്തീരും. അതായത് ദൈവസ്നേഹം അവനിൽ വന്നു കഴിയുമ്പോൾ ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന പാപ സ്വഭാവത്തോടുകൂടിയുള്ള നമ്മുടെ ആ പ്രകൃതത്തിന് വ്യത്യാസം വരും. പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്, ഞാൻ വാസ്തവത്തിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണോ നിലനിൽക്കുന്നത്? എൻ്റെ ജീവിതം അതിൻ്റെ ഫലം എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം. നമ്മളിൽ ഉളവാകുന്നതായ ഫലം എന്താണോ അത് തീരുമാനിക്കുന്നു നമ്മൾ ആരാണെന്നുള്ളത്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദോഷമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളിൽ ആ അഗപ്പെ സ്നേഹമോ ആ ദൈവത്തിൻ്റെ സ്നേഹമോ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമോ നിങ്ങളുടെ ജീവിതത്തിലില്ല. പക്ഷേ ഓരോ ദിവസവും നാം നമ്മെ തന്നെ പരിശോധിക്കുകയും നമ്മളിലുള്ള അശുദ്ധികളെ മാറ്റുകയും ദൈവാനുരൂപമായി നാം നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ 12-ാം അധ്യായത്തിൽ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പി. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ രൂപാന്തരപ്പെടുവിൻ. ഈ രൂപാന്തരപ്പെടുന്ന പ്രോസസ്സ് എപ്പോഴും നടക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം, ആരും പെർഫെക്റ്റ് അല്ല. ഈ നിങ്ങളോട് വചനം പറയുന്ന ഞാൻ പോലും പെർഫെക്റ്റ് അല്ല. എന്നിലും ധാരാളം കുറവുകളും പാപവശങ്ങളുമുണ്ട്. പക്ഷേ എനിക്ക് ദൈവം തരുന്നതായി കൃപ എന്ന് പറയുന്നത് ഓരോ ദിവസവും എന്നെ തന്നെ പരിശോധിക്കുവാനും ഞാൻ ഈ ദിവ്യ സ്വഭാവത്തിൽ ആണോ നിലനിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആ വിശുദ്ധിയെ പ്രാപിക്കുവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിലും ആവശ്യമായിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഈ ചിന്തിക്കുന്ന വേദഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്,
നമ്മളുടെ സ്നേഹത്തെ നാം തിരിച്ചറിയണം. നമ്മുടെ സ്നേഹം അത് സ്പർദ്ധിക്കുന്ന സ്നേഹമാണെങ്കിൽ, നിഗളിക്കുന്ന സ്നേഹമാണെങ്കിൽ, ചീർക്കുന്ന സ്നേഹമാണെങ്കിൽ, അയോഗ്യമായി നടക്കുന്ന സ്നേഹമാണെങ്കിൽ, സ്വാർത്ഥം അന്വേഷിക്കുന്നതായ സ്നേഹമാണെങ്കിൽ, ദേഷ്യപ്പെടുന്നതാണെങ്കിൽ, ദോഷം കണക്കിടുന്നതാണെങ്കിൽ, അനീതിയിൽ സന്തോഷിക്കുന്നതാണെങ്കിൽ നമ്മുടെ സ്നേഹത്തിന് പ്രശ്നങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കുന്ന ഒരു ഡിവോഷനാണ് എന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യമായി കാണുന്നതായ കാര്യം, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. ഈ സ്പർദ്ധിക്കുന്നില്ല എന്നുള്ളതിനെ ഇംഗ്ലീഷ് വാക്ക് കൊടുത്തിരിക്കുന്നത് envious എന്നുള്ള പദമാണ്. നമ്മൾ അസൂയപ്പെടുന്നില്ല. നമുക്കറിയാം, അസൂയ എന്നുള്ളതായ സ്വഭാവം മനുഷ്യനിൽ അവനെ ഗ്രസിച്ചിരിക്കുന്ന വലിയൊരു പാപ സ്വഭാവമാണ്. മറ്റുള്ളവരുടെ ഉയർച്ച കാണുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവരെപ്പോഴും തന്നെ മറ്റുള്ളവരെ അവർ പുറകോട്ട് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒരുവന്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകുന്നത്, അവൻ ഒരു നന്മ പ്രാപിക്കുന്നത്, ഒരു വീട് വയ്ക്കുന്നത്, ഒരു കാർ വാങ്ങിക്കുന്നത്, അവൻ്റെ വീട്ടിൽ ഒരു നല്ല ഫംഗ്ഷൻ നടക്കുന്നത്, ഇതൊക്കെ വളരെയധികം വെറുപ്പോടുകൂടി അസൂയയോടും കാണുന്നതായ ഈ സ്വഭാവത്തെയാണ് നമ്മൾ അസൂയ അല്ലെങ്കിൽ എൻവിയസ്, ഇവിടെ പറയുന്ന സ്പർദ്ധ എന്നുള്ളതായ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, അസൂയ ഇത്ര വലിയ പാപമാണോ എന്നുള്ളത്. അസൂയ ഇത്ര വലിയ പാപമാണോ എന്നുള്ളത് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അസൂയയിൽ ഉണ്ടായ ചില സംഭവങ്ങളുണ്ട്. നമുക്കറിയാവുന്ന പോലെ ആദമിന്റെ മകനായ ഹാബേലിനെ ആദമിന്റെ മറ്റൊരു മകനായ കയീൻ കൊന്നു. അത് അസൂയ കൊണ്ടായിരുന്നു. അതുപോലെ തന്നെ ജോസഫിനെ കാരാഗ്രഹവാസിയാക്കിയത് സഹോദരന്മാരുടെ അസൂയയായിരുന്നു. കർത്താവ് യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചതും ഈ യഹൂദ ജനത്തിന്റെ അസൂയയാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ ഒരു വേദഭാഗം ഞാൻ നിങ്ങളത് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 18-ാം വാക്യം, അവർ അസൂയ കൊണ്ടാകുന്നു അവരെ ഏൽപ്പിച്ചത് എന്ന് അവൻ യേശു ഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഈ അസൂയ പാപമാണ്. അത് ഒരുവനെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, ഒരാളെ കൊല്ലുവാൻ പോലും അസൂയ കാരണമാകുന്നു എങ്കിൽ ഈ അസൂയ ചിന്തിക്കുന്നവരുടെ ഹൃദയത്തിലും അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം 30-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ശാന്തം മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. അതായത് ഒരു മനുഷ്യൻ ശാരീരികമായി ക്ഷീണിക്കുവാൻ, അവൻ്റെ ശാരീരിക ബലം കുറയുവാൻ ഈ അസൂയ കാരണമാകുമെന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു. അദ്ദേഹം തന്നെ സദൃശവാക്യം 27-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രോധം ക്രൂരവും കോപം പ്രളയവുമാകുന്നു, ജാരശങ്കയുടെ മുമ്പിലോ ആർക്ക് നിൽക്കാം. ഇതെല്ലാം ഒരു പ്രകൃതിക്ഷോഭം പോലെയോ ഒരു ക്രൂരത പോലെയോ ഈ സ്വഭാവങ്ങളെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോസ്തല പ്രവൃത്തിയിൽ 7-ാം അധ്യായം 9-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഗോത്രപിതാക്കന്മാർ ജോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യത്തിൽ, യഹൂദന്മാരോ അസൂയ കൊണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്ത് ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. മനുഷ്യന്റെ അസൂയ നിമിത്തമാണ് അവൻ ഇങ്ങനെയുള്ള പാപപ്രവൃത്തികൾ ചെയ്യാനിടയായി തീർന്നത്. അപ്പോൾ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് സ്പർദ്ധ ഉളവാക്കുന്ന സ്നേഹമല്ല, അസൂയ ഉളവാക്കുന്ന സ്നേഹമല്ല. നമ്മളിൽ ഇങ്ങനെയുള്ള അസൂയയുടെ ചിന്തകൾ ഉണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, നാം അകപ്പേ സ്നേഹത്തിലല്ല വസിക്കുന്നത്. സ്നേഹം നിഗളിക്കുന്നില്ല എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്നേഹം നിഗളിക്കുന്നതല്ല. നിഗളം ദൈവം വെറുക്കുന്നതായ വലിയൊരു പാപമാണ്. പത്രോസിന്റെ ലേഖനത്തെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ കൊടുക്കുന്നു. ഈ നിഗളം വലിയ പാപമാണെന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും പല ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ചീർക്കുന്നില്ല. ഈ ചീർക്കുന്നില്ല എന്ന് പറയുന്നത് മനുഷ്യന്റെ പൊങ്ങച്ചത്തെയാണ് കാണിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു സംഭവഗാഥ വായിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ വില്യം കേറി എന്നുള്ളതായ ആ വിശ്വവിഖ്യാതനായ മനുഷ്യൻ, വളരെ അനുഗ്രഹിക്കപ്പെട്ട മിഷണറി, സ്റ്റെറാംബർ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനായി നമ്മുടെ രാജ്യം അറിയപ്പെടുന്നതായ വില്യം കേറി, ഒരിക്കൽ അദ്ദേഹത്തെ ഇംഗ്ലണ്ടിൽ വെച്ച് ഒരു വലിയ പ്രഭു അദ്ദേഹത്തിന് ഒരു വിരുന്ന് കൊടുത്തു. അനേക വിശിഷ്ട വ്യക്തികൾ ആ വിരുന്നിൽ സംബന്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രഭു ഈ വിരുന്നിനിടയിൽ വിളിച്ചു പറഞ്ഞു, അല്ലയോ വില്യം കേറി, എനിക്കറിയാം താങ്കൾ ഒരു ഷൂ ഉണ്ടാക്കുന്ന ഒരുവനാണെന്നുള്ളത്. അപ്പോൾ വില്യം കേറി എഴുന്നേറ്റ് പറഞ്ഞു, ലോർഡ്, ഞാനൊരു ഷൂ ഉണ്ടാക്കുന്ന ആൾ മാത്രമല്ല, ഞാനൊരു ചെരുപ്പ് കുത്തിയും കൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ചെരുപ്പ് നന്നാക്കുന്നവനും കൂടെയാണ്.
ഈ കോബിളർ എന്ന് പറയുമ്പോൾ അവിടെ വില കുറഞ്ഞതായ ഒരു പ്രവൃത്തിയായിട്ട് പരിഗണിച്ചിരുന്നു. പക്ഷെ ഈ പ്രഭു പറഞ്ഞത് ഷൂ ഉണ്ടാക്കുന്നവനെന്നാണ്. കുറച്ചുകൂടെ മാന്യത കൊടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ വില്ലങ്കേർ പറഞ്ഞു, അങ്ങനല്ല, ഞാനൊരു കോബിളർ തന്നെയാണ്. അതിനർത്ഥം ഈ പ്രഭുവായ മനുഷ്യൻ ചേർത്തുകൊണ്ട് സംസാരിക്കുക, വില്യങ്കേറിയെ സമൂഹ മധ്യത്തിൽ ഒന്ന് ഇടിച്ചു താഴ്ത്തുവാൻ ശ്രമിക്കുക. പക്ഷെ അതിന് നടുവിൽ വില്യങ്കേറിയുടെ ആ സ്വഭാവം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ അതിലും താഴുവാൻ തയ്യാറാണ്, ഐ എം എ കോബിളർ, ഞാനൊരു ചെരുപ്പുകുത്തിയാണ്. ഇന്ന് പലരും ഇപ്രകാരമുള്ള സ്വഭാവമുള്ളവരാണ്. മറ്റുള്ളവരെ സമൂഹ മധ്യത്തിൽ ഇടിച്ചു താഴ്ത്തുവാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാവരും തന്നെ ചീർപ്പ് ഉള്ളവരായ ആളുകളാണ്. അത് സ്നേഹത്തിൽ നിന്നുമല്ല. നല്ല ഭക്ഷണം അദ്ദേഹം വില്യങ്കേറിക്ക് കൊടുക്കുന്നുണ്ടാകാം, നല്ലൊരു ആദരവ് കൊടുക്കുന്നുണ്ടാകാം. പക്ഷെ അതെല്ലാം തന്നെ ഒരു ഷോ ഓഫ് ആണ്. തന്നെ പരേഡ് ചെയ്യുന്നതായ പ്രവൃത്തിയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഇന്ന് പലരും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിലും, സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ എന്ന സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും പലതും അഗപ്പേ സ്നേഹത്തിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തെ, ആ പ്രകടനത്തെ ദൈവം അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഈ വാക്യങ്ങളിലൂടെ വളരെ സ്പഷ്ടമാണ്. അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുന്നില്ല. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താൻ കഴിയും. ഐ ആം നോട്ട് ഇൻ അഗപ്പെ ലവ്, ഞാൻ അഗപ്പെ സ്നേഹത്തിൽ അല്ല എന്നുള്ളത്. ഈ അഗപ്പെ സ്നേഹത്തിലൂടെയാണ് ദൈവപ്രവൃത്തി വ്യാപരിക്കുന്നത്. നമുക്ക് മറ്റുള്ളവരെ ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ, ആ ദൈവസ്നേഹത്തിൻ്റെ ആ പൊലിമയിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ പ്രവൃത്തികളെ ദൈവം സാധ്യമാക്കി തീരും. നമ്മുടെ പ്രവൃത്തികൾ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും. എൻ്റെ നിങ്ങളുടെ പ്രാർത്ഥന, എൻ്റെ നിങ്ങളുടെ പ്രവൃത്തികൾ, എൻ്റെ നിങ്ങളുടെയും കാരുണ്യ പ്രവൃത്തികൾ എന്ന് വേണ്ട ഏത് കാര്യങ്ങളും ദൈവത്താൽ അത് അനുഗ്രഹപ്രദമായി തീരുവാനിടയായി തീരും. അതുകൊണ്ട് ഇന്ന് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഈ വിധമായ സ്വഭാവങ്ങൾ ഇല്ലാതെ യഥാർത്ഥത്തിൽ ആ അൺകണ്ടീഷണൽ ലവിലേക്ക് എന്നെ കൊണ്ടുവരണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ഇതെല്ലാം നമ്മളിൽ നിന്ന് മാറിപ്പോകുവാൻ ഇടയായിത്തീരും. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എനിക്കിത് സാധ്യമാണോ, എനിക്കിങ്ങനെ ചെയ്യുവാൻ കഴിയുമോ? യെസ്, യു ക്യാൻ ഡു ഇറ്റ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും അവൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയാത്തതായ യാതൊരു കാര്യമില്ല. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ വളരെ വിജയകരമായി നമുക്ക് ചെയ്തു തീർക്കുവാൻ കഴിയും. അതിനാണ് ദൈവം തൻ്റെ സാന്നിധ്യം നമുക്ക് നൽകുന്നത്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. സ്നേഹം എന്തല്ല എന്നുള്ള 8 കൂട്ടം കാര്യങ്ങൾ അപ്പോസ്തലൻ പൗലോസ് പറയുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ പാപ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് വിടുതൽ പ്രാപിച്ച് ദൈവത്തിൻ്റെ ആ ദിവ്യ സ്വഭാവത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളേവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എന്ന് മാത്രമല്ല, ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അനേകർ ദൈവവചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.